നോക്കൂ, എത്ര മനോഹരമായ കാട്. നമുക്കിവിടെ ഒരു ഹോമം കഴിക്കാം, പൂജ കഴിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ പർണശാല കെട്ടും, പൂജ കഴിക്കാൻ തുടങ്ങും. അപ്പൊ അസുരന്മാർ ഇവരെ ആക്രമിക്കാൻ വരും. അസുരന്മാരെ ആക്രമിക്കാൻ വരുമ്പം ഇവർ നേരെ രാജാവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. രാജൻ, നമ്മുടെ ധർമ്മത്തിന് എതിരായി അവർ പ്രവർത്തിക്കുന്നു, നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറയും. രാജാവ് നേരെ അവിടെ ചെല്ലും, അവരെ അടിച്ചോടിക്കും, ഇവർ വീണ്ടും പൂജ കഴിക്കും. ഇതെന്താ സംഭവം എന്നറിയാമോ? ലാൻഡ് ഗ്രാബിംഗ് ആണ്. ഇവര് പാവപ്പെട്ട ആദിവാസികളുടെ, പാവപ്പെട്ട പണ്ടത്തെ ദളിതന്മാരുടെ, ഹരിജനന്മാരുടെ സ്ഥലത്ത് പോവും, അല്ലെങ്കിൽ കാട്ടുവാസികളുടെ സ്ഥലത്ത് പോവും. ഈ സ്ഥലം ലാൻഡ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഇവിടെ പർണശാല അടിക്കും, നമുക്കിവിടെ പൂജ അടിക്കാന്ന് പറയും. അപ്പൊ അവരുടെ സ്ഥലമായിട്ടാണ്. അവർക്ക് പൂജയോട് ദേഷ്യം ഉണ്ടായിട്ടോ ഹോമത്തോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല. അവരുടെ സ്ഥലത്ത് കയ്യേറി ഇവർ പൂജ കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ഹോമം നടത്തുകയാണ്, അല്ലെങ്കിൽ ഇവര് അവിടെ പരിപാടി നടത്തുകയാണ്. അപ്പൊ അവരും ഒന്ന് ചോദിക്കുമ്പോൾ കണ്ടു അവന്മാരെല്ലാം അസുരന്മാരാണ്, നമ്മളെ ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞ് രാജാവുമാരോട് വരും. ഇത് പണ്ടല്ല, ഇന്നും തുടരുന്ന പരിപാടിയാണ്. ഇതാണ് ഭീമാ കൊറേഗാവിൽ നമ്മൾ കണ്ടത്. രണ്ട് തീവ്ര ഹിന്ദുത്വ നേതാക്കളാണ് ഭീമാ കൊറേഗാവിൽ കലാപം തുടങ്ങുന്നത്. അവസാനം അവർ